ഇത് നെയ്യാറ്റിൻകരയ്ക്കടുത്തുള്ള കുംഭാര കോളനിയിൽ നിന്നുള്ള കാഴ്ചകളാണ്. പരമ്പരാഗതമായൊരു കുടിൽ വ്യവസായത്തിൻ്റെ മൺപാത്ര നിർമ്മാണത്തിൻ്റെ ശേഷിക്കുന്ന ദൃശ്യങ്ങൾ. 7000-ലേറെ വർഷങ്ങളുടെ പാരമ്പര്യമുണ്ട് മൺപാത്ര നിർമ്മാണത്തിന്. എന്നാലിപ്പോൾ കുംഭാര കോളനികളിലെ മൺപാത്ര നിർമ്മാണമെന്ന കൈത്തൊഴിൽ പ്രതിസന്ധികൾ നേരിട്ട് ഇല്ലാതായിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ അടുക്കളയിലും മറ്റും സ്റ്റീൽ പാത്രങ്ങളും അലൂമിനിയം പാത്രങ്ങളും കൈയടക്കിയതോടെ മൺപാത്രങ്ങൾ പിന്തള്ളപ്പെട്ടു കഴിഞ്ഞിരിക്കുകയാണ്. അതോടെ മൺപാത്രങ്ങൾ ഉണ്ടാക്കുന്നവരുടെ എണ്ണം കുറഞ്ഞു. വൈവിധ്യമാർന്ന മൺചട്ടികളും കലങ്ങളുമെല്ലാം നിർമ്മിച്ചിരുന്ന കുംഭാരന്മാർ ഇപ്പോൾ ചില പ്രത്യേകതരം പാത്രങ്ങൾ മാത്രം ഉണ്ടാക്കുന്നതിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചു. ഇക്കാണുന്നത് കലശപാത്രങ്ങളാണ്. ക്ഷേത്ര ചടങ്ങുകളോടനുബന്ധിച്ച് പൂജാതി കർമ്മങ്ങൾക്ക് വേണ്ടുന്ന കലശപാത്രങ്ങൾ. ഇത്തരം പാത്രങ്ങൾ ഉണ്ടാക്കുന്നത് കൊണ്ട് മാത്രം ജീവിക്കാനാവില്ല. സ്റ്റീൽ അടുപ്പുകൾക്ക് മുകളിൽ മൺപാത്രങ്ങൾ ഉപയോഗിച്ച് ആഹാരം പാകം ചെയ്യാൻ ഇപ്പോഴത്തെ ആളുകൾ തയ്യാറാകുന്നില്ല. പിന്നെ എന്തിനാണ് മൺകലങ്ങൾ? കുംഭാര കോളനികളിലെ പാരമ്പര്യ മൺപാത്ര നിർമ്മാണ തൊഴിൽ രംഗം നേരിടുന്ന പ്രധാന പ്രശ്നങ്ങളിലൊന്ന് കളിമണ്ണിന് വില വർദ്ധിച്ചു എന്നതാണ്. 5000 രൂപയ്ക്കും 10000 രൂപയ്ക്കുമെല്ലാം ലഭിച്ചിരുന്ന ഒരു ലോഡ് കളിമണ്ണിന് ഇപ്പോൾ 35,000 രൂപയിലേറെ വിലയുണ്ട്. കൂടാതെ കളിമണ്ണ് എടുക്കുന്നതിലുള്ള നിരോധനം വേറെയും. വളരെ ശ്രമകരമായൊരു ജോലിയാണ് മൺപാത്ര നിർമ്മാണം. കളിമണ്ണ് കുഴച്ച് പരുവപ്പെടുത്തി ഉരുട്ടി കുലാലത്തിൽ വെച്ച് മെനഞ്ഞ് പാത്രങ്ങളാക്കി മാറ്റുന്ന കാഴ്ച മനോഹരമാണ്. പക്ഷേ സൂക്ഷ്മതയോടെ കളിമണ്ണ് കൈകാര്യം ചെയ്തില്ല എങ്കിൽ ഉദ്ദേശിച്ച രീതിയിൽ പാത്രങ്ങൾ മെനഞ്ഞെടുക്കാൻ പറ്റില്ല. കുലാലത്തിൽ മെനഞ്ഞെടുക്കുന്ന കലങ്ങൾ അതിൻ്റെ പൂർണ്ണ രൂപത്തിൽ എത്തിക്കാൻ പിന്നെയും പണി കുറേയുണ്ട്. ചെറിയൊരു പലക കഷ്ണം കൊണ്ട് തല്ലി പരത്തിയെടുത്താണ് കലത്തിൻ്റെ പൂർണ്ണ രൂപത്തിൽ എത്തിക്കുന്നത്. പലക കഷ്ണം കൊണ്ട് തല്ലി പരത്തുമ്പോൾ കലത്തിനകത്ത് ചെറിയൊരു കല്ല് ഉറപ്പിച്ച് പിടിപ്പിച്ചിരിക്കും. മൺപാത്ര നിർമ്മാണ മേഖല നേരിടുന്ന മറ്റൊരു പ്രശ്നം അയൽ സംസ്ഥാനങ്ങളിൽ നിന്നും വൻതോതിൽ മൺപാത്രങ്ങൾ കേരളത്തിലേക്ക് ഇറക്കുമതി ചെയ്യുന്നു എന്നതാണ്. അയൽ സംസ്ഥാനങ്ങളിൽ നിന്നും ഇറക്കുമതി ചെയ്യുന്ന മൺപാത്രങ്ങൾക്ക് കൂടുതൽ ഭംഗിയും ഉറപ്പും ഉണ്ടെന്നാണ് പറയുന്നത്. തിരുവനന്തപുരം ആറ്റുകാൽ ക്ഷേത്രത്തിലെയും സമീപ പ്രദേശങ്ങളിലെ ക്ഷേത്രങ്ങളിലെയും പൊങ്കാലയ്ക്ക് ലോഡ് കണക്കിന് മൺപാത്രങ്ങളാണ് കന്യാകുമാരി ജില്ലയിൽ നിന്നും ഇറക്കുമതി ചെയ്യുന്നത്. അയൽ സംസ്ഥാനങ്ങളിൽ നിന്നും ഇറക്കുമതി ചെയ്യുന്ന മൺപാത്രങ്ങൾക്ക് വില കുറവുമാണ്. ഇത്തരത്തിലുള്ള പ്രതിസന്ധികളെ മറികടന്ന് കേരളത്തിലെ മൺപാത്ര നിർമ്മാണ സംരംഭങ്ങൾ മുന്നോട്ടു പോകാൻ ഏറെ ബുദ്ധിമുട്ട് അനുഭവിക്കുകയാണ്. കേരളത്തിലെ കുംഭാര കോളനികളിൽ വ്യാപകമായി ഉണ്ടായിരുന്ന മൺപാത്ര നിർമ്മാണം ഇപ്പോഴിതാ ഇല്ലാതായിക്കൊണ്ടിരിക്കുകയാണ്.